ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന റെസിപ്പീസൊക്കെ വലിയ താല്പര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ റെസിപ്പി ആകട്ടെ എന്ന്. ഒരു ഓംലെറ്റ് നിറച്ചതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അതുപോലെ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരോടും വീഡിയോ മുഴുവനായിട്ട് ദയവ് ചെയ്ത് കാണുക. ശരി, നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 1 കപ്പ് വെർമസില്ലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വറുക്കാത്ത വെർമസില്ലി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വറുത്തതാണ് എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് കിട്ടിയതാണ്. എന്നിട്ടും ഞാനൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അത് വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നിറയെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് 1 ടീസ്പൂൺ ഓയിലൂടെ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ വേണം ഇതൊന്ന് അരിച്ചെടുക്കാനായിട്ട്. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ തണുത്ത വെള്ളത്തിൽ അരിക്കുന്നതിൻ്റെ കാര്യം ഇത് ഒട്ടിപ്പിടിക്കരുത്. ഇതുപോലെ നമുക്ക് എടുക്കണം കേട്ടോ. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സെയിം പാനിൽ തന്നെ ഞാൻ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു ചെറിയ സവാളയും. ആ സവാളയാണ് ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത്. സവാളയൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഒരു ചെറിയ ക്യാരറ്റും 2-3 ബീൻസും വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. അതിനെ ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വേകട്ടെ, നമ്മൾ നൂഡിൽസൊക്കെ തയ്യാറാക്കും പോലെ. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ചെറിയ ക്യാപ്സിക്കം തന്നെയാണ് ഞാൻ എടുത്തത്, അതിൻ്റെ പകുതിയാണ് എടുത്തത്. അത് നൈസായിട്ട് കട്ട് ചെയ്ത് ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിനൊപ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും. രണ്ടും ഞാൻ ഒന്നിച്ചാണ് തയ്യാറാക്കിയത്. അതിട്ട് കൊടുത്തു. അതിന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതെല്ലാം വളരെ കുറച്ച് മതി. നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളെ വേണ്ടിയിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസ് മതിയാവും. ഇനി 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഞാൻ 1 ടീസ്പൂൺ സോയ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. സോയ സോസും അതുപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ഞാൻ ചേർക്കുന്നുണ്ട്. ഇതില്ലാത്തവർ ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിൽ അങ്ങനെ, അത് രണ്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടൊമാറ്റോ തന്നെ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒട്ടുമേ ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് ഒറ്റയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഫില്ലിംഗ് ആണ്. ഇനിയാണ് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. രണ്ട് ഓംലെറ്റ് നിറച്ചാണ് ഞാനിവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ റെഡിയാക്കാം. അതിനുവേണ്ടി 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് സാധാരണ നമ്മൾ മുട്ടയൊക്കെ ഓംലെറ്റ് ചെയ്യാൻ എടുക്കും പോലെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ എഗ്ഗ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിലേ വെക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തീ കൂട്ടി വെച്ച് പോയാൽ ആ മുട്ടയുടെ ഭംഗി അത്രയും പോവും. നമ്മളിതിന് പിന്നീടാണ് അത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഫില്ലിങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഞാൻ ഇടുന്നുണ്ട്. അതൊക്കെ ടേസ്റ്റ് കൂട്ടുന്ന ഫാക്ടറാണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സ് വീട്ടിൽ തന്നെ നമുക്ക് മുളക് പൊടിച്ചെടുക്കാമല്ലോ, വലിയ പ്രയാസമുള്ള ജോലിയല്ല. അപ്പോൾ അതും ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നിറച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ഒരു ഓംലെറ്റ് നിറച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് വിളമ്പാം. ഞാൻ ഇതിൻ്റെ മീതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണിത്.
ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ഓംലെറ്റ് ആകുമ്പോൾ കുട്ടികൾ തനിയെ കഴിച്ചോളൂ അല്ലേ. അമ്മമാരുടെ എല്ലാം പരാതിയാണ് കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്ന്. അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ വെജിറ്റബിൾസ് പോവുകയും ചെയ്യും, നിങ്ങൾക്ക് സന്തോഷമാവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ വെർമസില്ലി ഇല്ലാത്ത വീടൊന്നും ഇല്ലല്ലോ, എല്ലാവരുടെ വീട്ടിലും വെർമസില്ലി ഉണ്ടാകും. അത് എളുപ്പമുള്ളൊരു പണിയുമാണ്. ഓംലെറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെറുതെ തന്നെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറയുക. പുതിയ ഒത്തിരി വീഡിയോസ് ഇനിയും ഞാൻ ഇതുപോലെ ഇടുന്നുണ്ട്, അതൊക്കെ കാണാൻ മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം നമുക്ക്. ടിൽ ദെൻ ഗുഡ് ബൈ.